അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വൈറലായിട്ട് കൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ട്രൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇതാണ് ഗൈസ് സംഭവം. ഈ ഒരു കളറാണ് കേട്ടോ. സോ ഇത് നമുക്ക് അപ്ലൈ ചെയ്യാം. ഹായ് ഗൈസ്, ഇറ്റ്സ് മീ വിദ്യ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്യാൻ പോവാണ്, നമ്മളത് യൂസ് ചെയ്യാൻ പോവാണ്, നമ്മളതിൻ്റെ റിസൾട്ട് ലൈവായിട്ട് ഇതിൽ കൂടെ കണ്ടുപിടിക്കാൻ പോവാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ പ്രോഡക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ എപ്പോൾ റാൻഡമായിട്ട് ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരുന്നാലും അതിൽ കാണിക്കുന്ന ഒരു ബ്രാൻഡിൻ്റെ ആഡാണ് പിൽഗ്രിം എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു ആഡ്. അപ്പോൾ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് യാതൊരു ഐഡിയ എനിക്ക് ആദ്യമേ ഇല്ലായിരുന്നു. ലൈക്ക് ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് കാണുമ്പോൾ ഞാൻ വിളിക്കുന്നത് എന്താ സംഭവം, എന്താ ഇതെന്നും പറഞ്ഞിട്ട് ഞാൻ കുറേ റിസർച്ചും കാര്യങ്ങളും ഒക്കെ നോക്കിയപ്പോഴത്തേന് ഏറെക്കുറെ എനിക്കൊരു ഐഡിയ കിട്ടി. അപ്പോൾ ആ ഐഡിയയിലാണ് ഈ ഒരു പ്രോഡക്റ്റ് വീണ്ടും അവർ ആ ഓഫർ ഇട്ടപ്പോൾ ഞാൻ വാങ്ങിച്ചത്. 500 രൂപയുടെ എത്രയോ സാധനം 199 രൂപയ്ക്ക് ഇവർ ഇടും. ഇങ്ങനെ സംഭവം കയ്യിൽ കിട്ടിയിട്ടുണ്ട്. പിൽഗ്രിം എന്ന് പറയുന്ന അൺബോക്സ് പോലും ചെയ്തിട്ടില്ല, വന്നിട്ട് 3-4 ദിവസമായി. എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിലും എന്താവുമെന്ന് എനിക്കറിയാൻ പാടില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചാൽ പീലിംഗ് സൊല്യൂഷൻ. കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും, കുറച്ചല്ല മെജോറിറ്റി ആയിട്ടുള്ള ഗേൾസിന് അറിയായിരിക്കും പീലിംഗ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ. ഒരുപാട് പേര് ഈ പ്രോഡക്റ്റ് ട്രൈ ചെയ്തിട്ട് അവർ റിസൾട്ടൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയസിലൂടെയൊക്കെ വെക്കുന്നുണ്ട്. സംഭവം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഇത് അൺബോക്സ് ചെയ്തും നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ പീലിംഗ് സൊല്യൂഷനെ കുറിച്ച് എന്നെപ്പോലെ ഐഡിയ ഇല്ലാത്തവർക്കാണെങ്കിൽ ചെറുതായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഓരോരുത്തർ ഇപ്പോൾ ബ്രൈഡ്സ് ടു ബി ഒക്കെ ഇല്ലേ, ബ്രൈഡ് ആകാൻ പോകുന്ന കുട്ടികൾ, അവരൊക്കെ എന്ന് വെച്ചാൽ ഈ ഫേഷ്യലൊക്കെ പോയി ചെയ്യില്ലേ, ഡയമണ്ട് ഫേഷ്യൽ, പേൾ ഫേഷ്യൽ, അങ്ങനെയൊക്കെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഇല്ലേ. അപ്പോൾ ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ അവർ ഫേഷ്യലാണ് ചെയ്യുന്നത്. അപ്പോൾ മുഖത്തെ ഡൾനെസ്സൊക്കെ മാറ്റാൻ, ഫോട്ടോയ്ക്കൊക്കെ നല്ലത് ബ്രൈറ്റനാക്കാൻ നിൽക്കാനൊക്കെ സഹായിക്കും. അതേ പരിപാടിയാണ് ഇത് ചെയ്യുന്നത്. ഇതൊരു ഫേഷ്യലാണ് സത്യം പറഞ്ഞാൽ. പീലിംഗ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ പേര് കൊടുത്തിട്ടേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഇതൊരു ഫേഷ്യലാണ്. നമ്മുടെ മുഖത്തെ ഡൾനെസ് മാറ്റി ഭയങ്കരമായിട്ട് നമ്മുടെ അൺഈവൻ സ്കിൻ ടോണൊക്കെ ആയിട്ട് ടാനിങ് വന്ന ഒരു മുഖമാണെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി ബ്രൈറ്റൻ ആക്കാൻ സഹായിക്കുന്ന ഒരു പരിപാടിയാണ് പീലിംഗ് സൊല്യൂഷൻ കൊണ്ട് നമുക്ക് അവർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ. അല്ലാതെ ഇത് പീൽ ചെയ്തെടുക്കുന്ന ഒരു സംഭവമാണോ, അങ്ങനൊന്നുമല്ല. ഇത് വേറെ നമ്മുടെ മുഖത്തെ ഡൾനെസ് മാറ്റിയിട്ട് ബ്രൈറ്റ്നെസ് തരുന്ന ഒരു സീറം, ഒരു ബോട്ടിൽ വരുന്ന സീറത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസി വരുന്ന ഒരു സംഭവമാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ അതിനെക്കുറിച്ച് ഐഡിയ കുറച്ചൊന്നും ഇല്ലാത്തവർക്കാണ് ഞാനീ പറഞ്ഞത്. വേറെ ഒന്നുമല്ല, ഫേഷ്യലാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞ് തന്നെ പോകാം, എന്നിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ ഗൈസ്, നമുക്കിത് അൺബോക്സ് ചെയ്യാം, എന്നിട്ട് നോക്കാം. സംഭവം എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്നും അറിയാൻ പാടില്ലല്ലോ. ഓക്കെ, എൻ്റെ റെസിപ്റ്റ്, ബില്ലും കാര്യങ്ങളുമൊക്കെ സംഭവം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഗൈസ് സംഭവം. ഗൈസ്, അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത്. 25% AH, 2% BH, 5% PH, പീലിംഗ് സൊല്യൂഷൻ, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ AH, BH, PH എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട. ഇത് മൂന്നും ഒരു ഗ്രൂപ്പ് ഓഫ് ആസിഡ്സുകളാണ്. ആൽഫ ഹൈഡ്രോക്സി ആസിഡ്, ബീറ്റ ഹൈഡ്രോക്സി ആസിഡ്, പോളി ഹൈഡ്രോക്സി ആസിഡ്സ്. അപ്പോൾ ഈ 3 ആസിഡുകളുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റെഡ് സ്കിൻ സെൽസ് ഒക്കെ മാറ്റാൻ സഹായിക്കുന്ന പരിപാടിയാണ്. പിന്നെ നമ്മുടെ മുഖത്ത് ഈ ടാനിങ് ഒക്കെ മാറ്റാൻ സഹായിക്കുന്ന 3 ആസിഡുകളാണ്. അതിൻ്റെ കോൺസെൻട്രേഷൻ ലെവലാണ് ഇവർ കൊടുത്തേക്കുന്നത്. അല്ലാതെ വേറെ ഒന്നും നിങ്ങൾ കേട്ട് പേടിക്കുകയൊന്നും വേണ്ട കേട്ടോ. സോ ഇത് നമുക്ക് അൺബോക്സ് ചെയ്യാം. ഓക്കെ, ഇനി ഇതേണ്ടേ, ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഫ്രാഗ്രൻസ് ഫ്രീ എന്നാണ് പറഞ്ഞാണ് കേട്ടോ എഴുതിയേക്കുന്നത്. ഒരു മണവും ഇല്ല.
ശരിയാ, ഫ്രാഗ്രൻസ് ഫ്രീ ആണ്. വേണ്ടേ ഈ ഒരു കളറാണ് കേട്ടോ. സോ ഇത് നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഞാൻ മുടിയൊക്കെ ഒന്ന് ഒതുക്കി ഇങ്ങനെ ഒന്ന് ബാക്കിലാക്കി വെച്ചിട്ടുണ്ട്. സംഭവം നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയെന്ന് പറയത്തില്ല. എന്തിനാന്ന് ചോദിച്ചാൽ നമുക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ നോക്കാനായിട്ടാണ് കേട്ടോ. ഡാർക്ക് സ്പോട്ട്സും കാര്യങ്ങളൊക്കെ വിട്ടേര്. കാരണം നമുക്ക് അത് ഒറ്റ യൂസിലൊന്നും പോകത്തില്ല. ബട്ട് ഇതാണ് ബിഫോർ ആയിട്ടുള്ള ഒരു ഫേസ്. ഇൻസ്റ്റൻ്റ് ആയിട്ട് എന്തെങ്കിലും ഡ്രൈനെസ്സോ ഒരു ഫേഷ്യൽ നമ്മൾ ചെയ്തിറങ്ങുമ്പോൾ അതുപോലൊരു സെറ്റപ്പ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ കണ്ണിൻ്റെ ഏരിയാസ് അവോയ്ഡ് ചെയ്യണം. നമ്മുടെ ചുണ്ടിൻ്റെ കോർണേഴ്സ് ഉണ്ടല്ലോ, ഇവിടെ നമ്മൾ അവോയ്ഡ് ചെയ്യണം. കാരണം കുറച്ച് ഒരു ടിംഗ്ലിംഗ് സെൻസേഷൻ വരും എന്നാണ് പറഞ്ഞാൽ എഴുതിയേക്കുന്നത്. ഇത് ഓയിലി സ്കിന്നും നോർമൽ സ്കിന്നൊക്കെ ഉള്ളവർ ഒരു 10 മിനിറ്റ് ഒക്കെ വെക്കാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട്. പിന്നെ ഭയങ്കര ഡ്രൈ സ്കിൻ ആയിട്ടുള്ളവർ 5 മിനിറ്റ് കൂടുതൽ വെക്കരുത്. പിന്നെ സെൻസിറ്റീവ് സ്കിന്നിൻ്റെ കോമ്പിനേഷൻ സ്കിന്ന് അതിൻ്റെ കാര്യങ്ങളൊന്നും ഇതിനകത്ത് പറയുന്നില്ല. ബട്ട് ചിലപ്പോൾ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുള്ളവർ മുഖത്ത് യൂസ് ചെയ്താൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാം. കോമ്പിനേഷൻ സ്കിന്നിന് കുഴപ്പമില്ല. ഇതേപോലെ 10 മിനിറ്റ് വെച്ച് കഴുകിക്കളയുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിത് ട്രൈ ചെയ്യാം. കണ്ണിൻ്റെ അവിടെ അപ്ലൈ ചെയ്യരുത്, നമ്മുടെ ചുണ്ടിൻ്റെ ഈ കോർണേഴ്സിലും അപ്ലൈ ചെയ്യരുത്. നമ്മുടെ ഫേസിലാണ് നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇതെൻ്റെ ഈ ഒരു കളറാണ്. ഇതെന്താവും ഏതാ ഫ്രാഗ്രൻസ് ഇല്ല, ഒന്നുമില്ല. നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ ഗൈസ്, നമ്മൾ ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള ഫേസിൽ തന്നെ വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ. പിന്നെ ഡ്രൈ ആയിരിക്കണം ഫേസ്. ഒരുപാട് നമ്മൾ വെള്ളാംശമോ അങ്ങനെയൊന്നും പാടില്ല. ഓക്കെ ഗൈസ്, ഞാൻ ആദ്യമേ ഇവിടെ ഇവിടെ ഒരു ഡോട്ട് കൊടുത്തു, ഇവിടെ ഒരു ഡോട്ട് കൊടുത്തു, ഇവിടെ ഒരു ഡോട്ട് കൊടുത്തു. ഇത് ഭയങ്കര ലിക്വിഡ് കൺസിസ്റ്റൻസി ഒന്നും അല്ല കേട്ടോ, കുറച്ച് തിക്നെസ് ഒക്കെ ഉണ്ട്. ഒരു കറക്റ്റ് ഒരു കെമിക്കലിൻ്റെ ഒരു സ്മെല്ല് തന്നെ കേട്ടോ. ഗൈസ്, അപ്ലൈ ചെയ്തിട്ടുണ്ട്. കണ്ണിൻ്റെ അവിടെ മേളിലോ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. ഫേസിലാണ് മൊത്തത്തിൽ അപ്ലൈ ചെയ്തേക്കുന്നത്. ഇപ്പോൾ സമയം 12:24. കറക്റ്റ് 10 മിനിറ്റാണ് വെക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് 12:34 ആകുമ്പോഴത്തേന് ഫേസ് വാഷ് ചെയ്യാം. ഓക്കെ ഗൈസ്, കറക്റ്റ് 10 മിനിറ്റ് കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല. കറക്റ്റ് 10 മിനിറ്റ് ഫേഷ്യൽ എന്നാണ് കേട്ടോ പറയുന്നത്. ഇറിറ്റേഷനൊന്നും എനിക്കില്ല, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിതൊരു 10 മിനിറ്റ് വെക്കാം, വെയിറ്റ് ചെയ്യാം, എന്നിട്ട് ഫേസ് വാഷ് ചെയ്യാം. ഓക്കെ ഗൈസ്, 12:34 ഓക്കെ, അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ഫേസ് വാഷ് നമുക്ക് ചെയ്തിട്ട് വരാം. അത്യാവശ്യം ഒരു ബേണിങ് സെൻസേഷൻ ഒന്നും എനിക്ക് അനുഭവപ്പെട്ടില്ല. പിന്നെ നമുക്കൊന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. ഓക്കെ, ഓക്കെ ഗൈസ്, ഫേസ് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. പൊട്ടിച്ചത് നമുക്കിതൊന്ന് വൈപ്പ് ചെയ്ത് കളയാം. ഗൈസ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫറൻസ് കാണുന്നുണ്ടോ? എനിക്ക് എൻ്റെ ആ ഒരു ഡൾനെസ് മാറ്റിയ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. സത്യം, നേരത്തെ കുറച്ച് നല്ല ഡള്ളായിട്ടാണ് ഇരുന്നത്.
ഒരു ബ്രൈറ്റ്നെസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, അത്യാവശ്യം ഉണ്ട്. പിന്നെ ഓവറായിട്ട് കോംപ്ലക്ഷൻ ഒന്നും കൂട്ടിയിട്ടില്ല. അത്യാവശ്യം ഒരു ബ്രൈറ്റ്നെസ് എനിക്ക് വന്നിട്ടുണ്ട്. ഒരുപാട് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ഒന്ന് ഒരു ഡൾനെസ് മാറിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ മോയ്സ്ചറൈസർ, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ഇടുക. മേക്കപ്പ് ഇടാൻ പാടില്ല, ഹൈ ഫൗണ്ടേഷൻ, കൺസീലർ ഒന്നും ഇടാൻ പാടില്ല. ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ ഇട്ടേ പറ്റത്തുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് മോയ്സ്ചറൈസറും കൂടെ ഒന്ന് ഇടാം. ഇതാണ് ഫേസ് കേട്ടോ. അത്യാവശ്യം ഒരു ബ്രൈറ്റ്നെസ് ഉണ്ട് കേട്ടോ, എനിക്കിഷ്ടപ്പെട്ട്. സോ മോയ്സ്ചറൈസറും കൂടെ ഒന്ന് അപ്ലൈ ചെയ്യാം. ഇവിടെയൊക്കെ നല്ല ഡള്ളായിട്ടാണ് കേട്ടോ ഇരുന്നത്, പക്ഷെ നല്ലൊരു ബ്രൈറ്റ്നെസ് ഉണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് വർക്ക് ആകുന്ന പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതാണ് ഫൈനലായിട്ട് അത് തേച്ച് കഴിഞ്ഞ് മോയ്സ്ചറൈസർ കൊണ്ട് ഇവിടെയൊക്കെ എന്തൊരു ബ്രൈറ്റ്നെസ് ഉണ്ട് ഗൈസ്. നേരത്തെ അത്രയൊന്നും ഇല്ലായിരുന്നു. സംഭവം നല്ലൊരു ബ്രൈറ്റ്നെസ് തരുന്നുണ്ട്. ഡള്ളായിട്ടുള്ള ഫേസിന് സത്യം പറഞ്ഞാൽ ഇറ്റ്സ് എ മസ്റ്റ് ട്രൈ ആണ് ഗൈസ്. അപ്പോൾ ഈ കറണ്ട് മറ്റേ മഴ പെയ്തുകൊണ്ട് ഭയങ്കര മങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ ലൈറ്റിൻ്റെ വെട്ടത്തിൽ ഇങ്ങനെ വന്നിരിക്കുന്നത്. നാച്ചുറൽ സൺലൈറ്റിലായിരുന്നെങ്കിൽ, ആ വെട്ടത്തിലായിരുന്നെങ്കിൽ ഒന്നും കൂടെ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലായേനെ. പക്ഷേ സംഭവം അടിപൊളിയാണ്, വർക്കിംഗ് ആണ്. പിന്നെ വേറൊരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ പകലാണ് ഇത് ഇട്ടിട്ട്, രാവിലെ ഇട്ടിട്ട് എവിടെയെങ്കിലും നിങ്ങളൊരു ഫംഗ്ഷന് വല്ലതും പോകുകയാണെങ്കിൽ സൺസ്ക്രീൻ ഇട്ടേ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് ഭയങ്കര ഇറിറ്റേഷൻ സംഭവിക്കാം. അതും ആ ഇൻസ്ട്രക്ഷൻസിനകത്ത് എഴുതിയിട്ടുണ്ട്. സോ ഗൈസ്, ഇത് നല്ലൊരു പ്രോഡക്റ്റായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഭയങ്കര മസ്റ്റ് ട്രൈ ആണെന്ന് ചോദിച്ചാൽ, ഒരുപാട് ഫേഷ്യലൊന്നും പാർലേഴ്സിലൊന്നും പോകാണ്ട് വീട്ടിൽ തന്നെ ഒരു ബ്രൈറ്റ്നെസ് ഇൻസ്റ്റൻ്റ് ആയിട്ടൊക്കെ കിട്ടണം, ഒരു ഫേഷ്യലിൻ്റെ ഒക്കെ ഒരു എഫക്റ്റ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങിച്ചോളൂ. മസ്റ്റ് ട്രൈ ആയിട്ടൊന്നും ഞാൻ പറയില്ല. ബട്ട് ഇത് കൊള്ളാം ഗൈസ്. ഒരു സഡൻ ഫംഗ്ഷനൊക്കെ വരുമ്പോഴത്തേന് നമുക്ക് ഈ ഒരു പീലിംഗ് സൊല്യൂഷൻ ഉപയോഗിക്കാം. നല്ലൊരു ചേഞ്ച് ഉണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. സോ ഗൈസ്, അപ്പോൾ ഒരു 5-ൽ സാധാരണ ഞാൻ അധികം റേറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും കൊടുക്കത്തില്ല. പക്ഷേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് I will give 4.5 out of 5 ഗൈസ്. നല്ലൊരു സൊല്യൂഷനാണ്. സോ ഗൈസ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പം നിങ്ങൾക്ക് ഈ റിവ്യൂ ജെന്യുവൻ ആയിട്ടൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.